Dear students, welcome to Learner's World. In this video, I'm going to talk about previous year question paper analysis, October 2024, FIUGP, AC English Language Skill for Science, first semester, Calicut University. ഫസ്റ്റ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ AC ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ ഫോർ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒക്ടോബർ 2024 നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ടൈം 1.5 hours ആണ്. മാക്സിമം മാർക്സ് 50 ആണ്. 3 സെക്ഷൻസ് ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. സെക്ഷൻ എ എന്ന് പറയുന്നത് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 2 or 3 sentences. 2 or 3 sentences ആൻസർ ചെയ്യാനുള്ളതാണ്. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആണ്. സീലിംഗ് എന്ന് പറയുന്നത് 16 ആണ്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ് കിട്ടുന്നത്. സെക്ഷൻ ബി എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് ആൻസർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 100 വേർഡ്സിന് ആണ് എഴുതേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ 6 മാർക്കാണ്. സീലിംഗ് 24 ആണ്. സെക്ഷൻ സി എന്ന് പറയുന്നത് ലോങ് എസ്സേ ആണ്. ഒരു 200 വേർഡ്സിന് എഴുതാനുള്ള എസ്സേ ആണ്. 10 മാർക്സ് ആണ് കിട്ടുന്നത്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. സെക്ഷൻ എ 2 മാർക്സ് ഈച്ച്. ഈ ഒരു സെക്ഷനിൽ 2 or 3 സെൻറ്റൻസസിലാണ് ആൻസർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെർ വിൽക്കിൻസൺസ് മെത്തേഡ് ഓഫ് ഫോറസ്ട്രി ആൻഡ് വാട്ട് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് മെത്തേഡ്? മെർ വിൽക്കിൻസൺസ് മെത്തേഡ് ഓഫ് ഫോറസ്ട്രി എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇത് നമ്മൾക്ക് പഠിക്കാനുള്ള യൂണിറ്റ് ആയിട്ടുള്ള ദ ലാസ്റ്റ് ആൻഡ് ബൈ പീറ്റർ വോൺ പുഡ്കമറിൻ്റെ ആ ഒരു വർക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. മെർ വിൽക്കിൻസൺസ് മെത്തേഡ് ഓഫ് ഫോറസ്ട്രി ഈസ് സസ്റ്റൈനബിൾ ഫോറസ്ട്രി. ഇക്കണോമിക് നീഡ്സ് ആർ ബാലൻസ്ഡ് വിത്ത് ഇക്കോളജിക്കൽ പ്രിസർവേഷൻ. The advantage of this method is that his logging practices retain the climate resilience of that region. Proves that the forest can be used wisely without destroying the natural balance. അപ്പോൾ ഇത് ലാസ്റ്റ് ആൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പീറ്റർ വോൺ പുഡ്കമറുടെ ആ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മെർ വിൽക്കിൻസൺസിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ഫോറസ്ട്രി ആണ്. അതായത് എൻവയൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു മെത്തേഡാണ്. ഇക്കണോമിക് നീഡ്സും ഇക്കോളജിക്കൽ പ്രിസർവേഷനും, അതായത് നമ്മുടെ ജൈവ വൈവിധ്യത്തെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് എന്നാലും നമ്മുടെ ഇക്കണോമിക് നീഡ്സ് നടക്കും വേണം. അതിനൊരു ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫോറസ്ട്രി മെത്തേഡാണ് മെർ വിൽക്കിൻസൺസിൻ്റെ. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് റെസിലിയൻസ്, ആ ഒരു റീജിയൻ്റെ ക്ലൈമറ്റ് റെസിലിയൻസിനൊക്കെ നിലനിർത്തിക്കൊണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്രകൃതിനെ നശിപ്പിക്കാതെ പ്രകൃതിയും ഇക്കണോമിക് നീഡ്സും ഒരു ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു മെത്തേഡാണത്. വാട്ട് വർ പീപ്പിൾസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ യൂണിവേഴ്സ് ബിഫോർ 1920s അക്കോർഡിംഗ് ടു ഹോക്കിംഗ്? അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ അഭിപ്രായത്തിൽ 1920s മുമ്പ് എങ്ങനെയായിരുന്നു ആളുകൾ മനസ്സിലാക്കിയിരുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചിട്ട്? ക്വസ്റ്റ്യൻ ഇൻ ദ യൂണിവേഴ്സ് ബൈ സ്റ്റീഫൻ ഹോക്കിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ബിഫോർ ദ 1920s പീപ്പിൾ ബിലീവ് ദ യൂണിവേഴ്സ് വാസ് സ്റ്റാറ്റിക് ആൻഡ് അൺചേഞ്ചിങ് വിത്ത് സ്റ്റാർസ് ഫിക്സഡ് ഇൻ പ്ലേസ് ഫോർ എവർ. ഹോക്കിംഗ് നോട്ട്സ് ദാറ്റ് ദിസ് വ്യൂ ചേഞ്ച്ഡ് വെൻ എ സയൻറ്റിസ്റ്റ് ഡിസ്കവേർഡ് ദാറ്റ് ദ യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്. 1920s മുമ്പ് ആളുകൾ വിശ്വസിച്ചിരുന്നത് പ്രപഞ്ചം എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, സ്റ്റാറ്റിക് ആണ്, അത് ഇതിനൊരു മാറ്റവും ഇല്ല. സ്റ്റാർസൊക്കെ നക്ഷത്രങ്ങളൊക്കെ അവിടെ ഫിക്സ്ഡ് ആണെന്നുള്ള ഒരു ചിന്തയായിരുന്നു. പിന്നീടാണ് സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയത് പ്രപഞ്ചം എന്ന് പറയുന്നത് എക്സ്പാൻഡിങ് ആണ്, വ്യാപിച്ച് കിടക്കണം, ഒട്ടും ഫിക്സഡ് അല്ല, സ്റ്റാറ്റിക് അല്ല എന്ന് ഉള്ള ഒരു കണ്ടെത്തലിന് ശേഷമാണ് ആളുകൾ ഇങ്ങനെ ബിലീവ് ചെയ്യാൻ തുടങ്ങിയത്. ഹൗ ഡു സയൻറ്റിഫിക് ആൻഡ് ഡോഗ്മാറ്റിക് വ്യൂസ് ഓൺ ഹ്യൂമൻ ഒറിജിൻ ഡിഫർ അക്കോർഡിംഗ് ടു ഭാർഗവ? ഭാർഗവയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് സയൻറ്റിഫിക് അതുപോലെ ഡോഗ്മാറ്റിക് വ്യൂസ്, അതായത് ഈ ഒരു സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സൊക്കെ ഹ്യൂമൻ ഒറിജിൻ, അതായത് മനുഷ്യരുടെ പരിണാമം അതുമായിട്ട് ബന്ധപ്പെട്ടത്, അതുമായിട്ടുള്ള വ്യൂസ് എങ്ങനെയാണ്, സയൻറ്റിഫിക് ആൻഡ് ഡോഗ്മാറ്റിക് വ്യൂസ് എങ്ങനെയാണ് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം സയൻസ് ആൻഡ് ഡോഗ്മ ബൈ പുഷ്പ എം ഭാർഗവ. ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അക്കോർഡിംഗ് ടു ഭാർഗവ ദി സയൻറ്റിഫിക് വ്യൂ എക്സ്പ്ലെയിൻ ഹ്യൂമൻ ഒറിജിൻ ത്രൂ എവല്യൂഷൻ ആൻഡ് ബയോളജിക്കൽ പ്രോസസ്സസ് സപ്പോർട്ടഡ് ബൈ എവിഡൻസ്. ദ ഡോഗ്മാറ്റിക് വ്യൂ ഹവെവർ റിലൈസ് ഓൺ റിലീജിയസ് ബിലീഫ് ആൻഡ് ക്രിയേഷൻ മിത്സ് വിത്തൗട്ട് എംപിരിക്കൽ പ്രൂഫ്. അപ്പോൾ പുഷ്പ എം ഭാർഗവയുടെ അഭിപ്രായത്തിൽ സയൻറ്റിഫിക് വ്യൂ, ഒരു ഹ്യൂമൻ ഒറിജിനിൽ സയൻറ്റിഫിക് വ്യൂ എന്ന് പറയുന്നത് മനുഷ്യരുടെ ആ ഒരു പരിണാമം എന്ന് പറയുന്നത് എവല്യൂഷനിലൂടെയും ബയോളജിക്കൽ പ്രോസസ്സിലൂടെയാണ് എന്നാണ് അവർ ബിലീവ് ചെയ്യുന്നത്. സയൻറ്റിഫിക് വ്യൂ അങ്ങനെയാണ്, അതായത് എവിഡൻസിൻ്റെ പുറത്ത് എവിഡൻസ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവർ പറയുന്നത്. പക്ഷേ ഡോഗ്മാറ്റിക് വ്യൂ എന്ന് പറയുന്നത്
ഈ ഒരു ഹ്യൂമൻ എവല്യൂഷൻ, ഹ്യൂമൻ ഒറിജിൻ എന്ന് പറയുന്നത് റിലീജിയസ് ബിലീഫിൻ്റെയും ക്രിയേഷൻ മിത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അവിടെ ഒരു എംപിരിക്കൽ പ്രൂഫ്, തെളിവൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. വാട്ട് ഹാപ്പൻ ടു ദ ഇൻസ്ക്രിപ്ഷൻസ് ഓൺ ക്ലിയോപാട്രസ് നീഡിൽ ഹാസ് മെൻഷൻ ബൈ സേഗൻ. അപ്പോൾ കാൾ സേഗൻ തൻ്റെ വർക്കായിട്ടുള്ള ദ ഡേഞ്ചേഴ്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിൽ എങ്ങനെയാണ് അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കാൾ സേഗൻ. ക്ലിയോപാട്രയുടെ നീഡിൽ അതിനെക്കുറിച്ചിട്ട് അതിനെന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചില ലേഖനങ്ങളിലൊക്കെ പറയുന്നത് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് ആക്ച്വലി. It is taken from The Dangers of Climate Change by Carl Sagan. Carl Sagan explains that the inscriptions on Cleopatra's Needle in New York City's Central Park were almost totally obliterated within 100 years due to smog and industrial pollution, which caused chemical erosion similar to that the atmosphere of Venus. ഈ ഒരു ക്ലിയോപാട്രയുടെ നീഡിൽ ഏകദേശം നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു 100 ഇയേഴ്സിൻ്റെ ഉള്ളിൽ അത് പൂർണ്ണമായിട്ട് നശിക്കും എന്നാണ് പറയുന്നത്. അതായത് സ്മോഗ്, ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഇത് മൂലം ഇത് കെമിക്കൽ ഇറോഷനും ഒക്കെ കാരണമാകുന്നുണ്ട്. What triggers the speaker's feelings of despair and fear in the poem The Piece of Wild Things? The Piece of Wild Things എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിൽ സ്പീക്കറുടെ ഫീലിങ്സ് ഓഫ് ഡെസ്പെയർ ആൻഡ് ഫിയർ എന്തിനെ കുറിച്ചിട്ടായിരുന്നു? ദ പീസ് ഓഫ് വൈൽഡ് തിങ്സ് ബൈ വെൻഡൽ ബെറി, ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ദ സ്പീക്കർ ഫീലിങ്സ് ഓഫ് ഡെസ്പെയർ ആൻഡ് ഫിയർ ആർ ട്രിഗർഡ് ബൈ ഹിസ് വെറീസ് അബൌട്ട് ദ വേൾഡ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് ഹിസ് ചിൽഡ്രൻസ് lives. He lies awake at night, troubled by human anxieties and uncertainties, and seeks peace in the serenity of nature. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫീലിങ്സ് ഓഫ് ഡെസ്പെയർ ആൻഡ് ഫിയർ എന്നുള്ളത് ഉടലെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലോകത്തെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് തൻ്റെ മക്കളെ കുറിച്ചിട്ടുള്ള അവിടെ ഫ്യൂച്ചർ ലിവ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വളരെയധികം വെറി ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതിൽ നിന്നുള്ള ഒരു പീസ് കിട്ടുന്നത് പ്രകൃതിയിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. വാട്ട് റോൾ ഡിഡ് അഡ്രിയൻ വെയിൽ പ്ലേ ഇൻ റോസാലിൻ ഫ്രാങ്ക്ലിൻസ് ലൈഫ് ഡ്യൂറിങ് ഹെർ ടൈം അറ്റ് കാംബ്രിഡ്ജ്? റോസലിൻ ഫ്രാങ്ക്ലിൻ്റെ ജീവിതത്തിൽ എന്ത് റോളാണ് അഡ്രിയൻ വെയിൽ നയിക്കുന്നത് കാംബ്രിഡ്ജിലായിരുന്ന സമയത്ത്? ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ലൈറ്റ് ഓൺ എ ഡാർക്ക് ലേഡി ബൈ ആനി പെപ്പർ. Adrian Weil was a close friend and fellow scientist who helped Rosalind Franklin break away from formal family background and traditional upbringing. She offered friendship, guidance, and emotional support, encouraging Rosalind to think independently. With Adrian's influence, Rosalind was able to crystallize her political ideas and religious belief. അപ്പോൾ ആഡ്രിയൻ വെയിലിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആൻഡ് ഫെല്ലോ സയൻറ്റിസ്റ്റാണ് റോസാലിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത്. തൻ്റെ ഫോർമൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ബ്രേക്ക് ചെയ്യാനും ട്രഡീഷണൽ അപ്ബ്രിങ്ങിങ്ങൊക്കെ ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഗൈഡാണ് ആഡ്രിയൻ വെയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഗൈഡൻസ്, ഇമോഷണൽ സപ്പോർട്ടൊക്കെ റോസാലിൻഡിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. I rest in the grace of the world and I am free. Explain the context of the poem. ഈ ലൈൻസിൻ്റെ കോണ്ടെക്സ്റ്റ് ഈ ഒരു കവിതയിൽ എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ദ പീസ് ഓഫ് വൈൽഡ് തിങ്സ് ബൈ വെൻഡൽ ബെറി. This line from Wendell Berry's The Piece of Wild Thing expresses the poet's realization that peace is found in nature's simplicity. അതായത് ഈ ഒരു ലൈന് പറയുന്നത് സമാധാനം പ്രകൃതിയുടെ ആ ഒരു സിംപ്ലിസിറ്റിയിലാണ് സമാധാനം കണ്ടെത്തുക എന്ന് പറയുന്നുണ്ട്. ആ ഒരു റിയലൈസേഷൻ സ്പീക്കർക്ക് വന്ന അതിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ദ പീസ് ഓഫ് വൈൽഡ് തിങ്സ് എന്ന് പറയുന്നത്. ഐ റെസ്റ്റ് ഇൻ ദ ഗ്രേസ് ഓഫ് ദ വേൾഡ് ആൻഡ് ഐ ആം ഫ്രീ എന്ന് പറയുന്നത്. By immersing himself in the natural world, he feels liberated from human worries. അതായത് പ്രകൃതിയുടെ ആ ഒരു ലോകത്ത് നിൽക്കുന്ന സമയത്ത്, പ്രകൃതിയിൽ നിൽക്കുന്ന സമയത്ത് തൻ്റെ ആങ്സൈറ്റീസ്, തൻ്റെ വെറീസിൽ നിന്നൊക്കെ ഒരു ലിബറേഷൻ കിട്ടുന്നുണ്ട്, ഫ്രീഡം കിട്ടുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. What do 3 old custodians warn the narrator about before he enters the Red Room? അതായത് നരേറ്റർ റെഡ് റൂമിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് അവിടെയുള്ള 3 ഓൾഡ് കസ്റ്റോഡിയൻസ് എന്താണ് വാൺ ചെയ്തത്? ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ദ റെഡ് റൂം ബൈ H.G. Wells.
The older students warn the narrator that the red room is haunted. They urge him not to go there as previous visitors were overcome by fear and supernatural presence. അപ്പോൾ ഈ ഓൾഡ് സ്റ്റുഡൻസ് നരേറ്ററിന് വാൺ ചെയ്യുന്നുണ്ട്, ആ റെഡ് റൂം ഹോണ്ടഡ് ആണ്, അവിടേക്ക് പോവരുത് എന്ന് പറയുന്നുണ്ട്. അതായത് പ്രീവിയസ് ഇതിന് മുന്നേ ഒരാൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അയാൾ പേടിച്ചിട്ട് സൂപ്പർ നാച്ചുറൽ പ്രസൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ പേടിച്ചിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്, അങ്ങോട്ട് ഇനി പോവരുത് എന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് ആൻ ആക്കഡമിക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് ആൻഡ് സ്റ്റേറ്റ് ഈസ് പ്രൈമറി ഒബ്ജക്റ്റീവ്? എന്താണ് ആക്കഡമിക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ്? അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ടേക്കൺ ഫ്രോം റൈറ്റിംഗ് ഒരു ആക്കഡമിക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ്. ആൻ ആക്കഡമിക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് ഈസ് റിട്ടേൺ ഡോക്യുമെൻറ്റ് സബ്മിറ്റഡ് വിത്ത് ഗ്രാജുവേറ്റ് സ്കൂൾ അപ്ലിക്കേഷൻ. ഒരു ഗ്രാജുവേറ്റ് സ്കൂൾ അപ്ലിക്കേഷൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ് ആക്കഡമിക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് എന്ന് പറയുന്നത്. ഇറ്റ് അലോസ് ദ അപ്ലിക്കൻറ്റ് ടു എക്സ്പ്രസ് ദിയർ ആക്കഡമിക് ബാക്ക്ഗ്രൗണ്ട്, റിസർച്ച് ഇൻട്രസ്റ്റ് ആൻഡ് പ്രൊഫഷണൽ ഗോൾസ്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ ആക്കഡമിക് സ്റ്റേറ്റ്മെൻറ്റ് of purpose is to show how the applicants' aspirations align with the chosen program and to demonstrate their potential to succeed in graduate studies. അപ്പോൾ ഈ ഒരു ആക്കഡമിക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസിൽ തൻ്റെ ആക്കഡമിക് ബാക്ക്ഗ്രൗണ്ട്, റിസർച്ച് ഇൻട്രസ്റ്റ്, പ്രൊഫഷണൽ ഗോൾസ് ഒക്കെ ആഡ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ചേരാൻ പോകുന്നത് എന്ത് കോഴ്സിനാണോ അത് നമ്മുടെ ആസ്പിരേഷനുമായിട്ട് ചേർന്നതാണോ എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് നമുക്ക് നമുക്കിതിൽ കഴിവുണ്ടോ എന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്നത്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ എർത്ത് ഹോൾസ് ഗ്രോത്ത് ട്രീസ് റിമെയിൻ അൺടച്ച്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്? ഹ്യൂമൻ ആക്ടിവിറ്റീസ് ടച്ച് ചെയ്യാത്ത ബാക്കി വരുന്ന ഓൾഡ് ഗ്രോത്ത് ട്രീസ്, ഈ ഭൂമിയിൽ ഉള്ള ഓൾഡ് ഗ്രോത്ത് ട്രീസിൻ്റെ പെർസെൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ദ ലാസ്റ്റ് സ്റ്റാൻഡ് ബൈ പീച്ചർ വോൺ പുട്ട്കാമർ. അക്കോർഡിംഗ് ടു ദ ഡോക്യുമെൻ്ററി ദ ലാസ്റ്റ് സ്റ്റാൻഡ് ഓൺലി 1/5 ഓഫ് ദ എർത്ത് ഓൾഡ് ഗ്രോത്ത് ഫോറസ്റ്റ് റിമെയിൻ അൺഡിസ്റ്റർബ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അതായത് മനുഷ്യരുടെ കൈക്കടത്തലുകളില്ലാത്ത ഒരു പഴയ മരങ്ങൾ എന്ന് പറയുന്നത്, പഴയ ഓൾഡ് ഗ്രോത്ത് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഭൂമിയിൽ 1/5 ഓഫ് ദ എർത്ത് ഗ്രോത്ത് ഓൾഡ് ഗ്രോത്ത് ഫോറസ്റ്റ്, അതായത് 1/5 ആണെന്നാണ് പറയുന്നത് അതിൻ്റെ പെർസെൻറ്റേജ്. സെക്ഷൻ ബി 6 marks each. Analyze how Gary Snyder's poem Above Pate Valley explore the intersection of natural beauty, human history and personal reflection. 6 മാർക്കാണ് കിട്ടുന്നത്. ഒരു പാരഗ്രാഫ് 100 വേർഡ്സിനാണ് എഴുതാനുള്ളത്. ഗാരി സ്നൈഡർ പോമാണ് അബോവ് പേറ്റ് വാലി. അത് നാച്ചുറൽ ബ്യൂട്ടി, ഹ്യൂമൻ ഹിസ്റ്ററി, പേഴ്സണൽ റിഫ്ലക്ഷൻ ഇതൊക്കെ എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്, അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Gary Snyder's Above Pate Valley captures the harmony between nature's beauty, human history and personal reflection. അതായത് ഇതിൽ പറയുന്നത് പ്രകൃതിയുടെ സൗന്ദര്യം, ഹ്യൂമൻ ഹിസ്റ്ററി, പേഴ്സണൽ റിഫ്ലക്ഷൻ ആണ്. ആസ് എ പോയറ്റ് ക്ലിയേഴ്സ് എ മൗണ്ടൻ ട്രെയിൽ, ഹി ഡിസ്കവർ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഏൻഷ്യൻറ്റ് arrowheads symbolizing the traces of early human life. The discovery connects him spiritually to those who once lived in harmony with nature. അതായത് ഇതിൽ സ്പീക്കർ കണ്ടെത്തുന്നുണ്ട് ഹ്യൂമൻ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ആൻഷ്യൻസ് ആരോഹേഡ്സ് കണ്ടെത്തുന്നുണ്ട്. ഇത് സിംബലൈസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇതിനു മുന്നേ ആളുകൾ ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇതിനു മുമ്പ് പ്രകൃതിയിൽ ഒരുപാട് ആളുകൾ സന്തോഷത്തോടു കൂടി ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത്. ത്രൂ വിവിഡ് ഇമേജറി ലൈക്ക് ഗ്രാനൈറ്റ് ഷോൾഡേഴ്സ്, ഗ്രീൻ മെഡോ ഓഫ് water by snow and black volcanic glass, Snyder portrays nature as both timeless and sacred. അതുപോലെ ഒരുപാട് ഇമേജറിയിലൂടെ അദ്ദേഹം പോർട്രേ ചെയ്യുന്നുണ്ട്. അതായത് നേച്ചർ, പ്രകൃതി എന്ന് പറയുന്ന ഒരേ സമയം ടൈംലെസ് ആണ്, സേക്രഡ് ആണെന്ന് പറയുന്നുണ്ട്. ദ പോം സജസ്റ്റ് ദാറ്റ് വൈൽ ഹ്യൂമൻ പ്രസൻസ് ഇസ് ഫ്ലീറ്റിംഗ്, നേച്ചർ എൻഡ്യൂസ് ആസ് ലിവിംഗ് റെക്കോർഡ് ഹിസ്റ്ററി. The speaker's realization of 10,000 years of continuity evokes a sense of humility and reverence, emphasizing the deep ecological truth that humans are only a small part of a vast natural cycle. Explain intelligent life and climate change as described by Carl Sagan. Carl Sagan ഇൻ്റലിജൻറ്റ് ലൈഫും ക്ലൈമറ്റ് ചേഞ്ചും എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Carl Sagan explained that intelligent life gives humanity that power to influence the planet's climate. അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇൻ്റലിജൻറ്റ് ലൈഫ് മനുഷ്യർക്ക് ഈ പ്ലാനറ്റിൻ്റെ ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. However,
This power comes with great responsibility. He warns that if intelligence is not guided by wisdom, it can lead to environmental destruction, including pollution, global warming, and nuclear dangers. അതായത് നമ്മുടെ ഇൻ്റലിജൻസ് നല്ല രീതിയിൽ ഒരു വിസ്റ്റത്തോടു കൂടി ഗൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് വലിയ പരിസ്ഥിതി നാശത്തിലേക്കാണ് നയിക്കുന്നത്. അതായത് നമ്മൾ ഇൻ്റലിജൻറ്റോട് കൂടി നമ്മൾ വിസ്റ്റത്തോടു കൂടി നമ്മൾ കാര്യങ്ങളെ നോക്കിക്കണ്ടില്ല എങ്കിൽ ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പൊല്യൂഷൻ, ഗ്ലോബൽ വാർമിംഗ്, ന്യൂക്ലിയർ ഡേഞ്ചേഴ്സ് ഒക്കെ സംഭവിക്കും. സേഗൻ urges human to use science and technology responsibly to protect and sustain Earth's delicate life support systems. അദ്ദേഹം പറയുന്നുണ്ട് മനുഷ്യർ സയൻസും ടെക്നോളജിയും വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതായത് നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിനെ സസ്റ്റെയിൻ ചെയ്യാനൊക്കെ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം വളരെ റെസ്പോൺസിബിളായിട്ട് ഇതിന് കൈകാര്യം ചെയ്യണം. ഈ believes that true intelligence means acting as caretakers of the planet, ensuring its survival of future generations. അതായത് അദ്ദേഹം വിശ്വസിക്കുന്നത് ട്രൂ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനറ്റിനെ, നമ്മളെ യൂണിവേഴ്സിനെ, നമ്മളെ പ്രപഞ്ചത്തെ നമ്മൾ സംരക്ഷിക്കുന്ന ഒരു കെയർ ടേക്കറായിട്ട് നിലകൊള്ളുക. അതായത് നമ്മളെ ഫ്യൂച്ചർ ജനറേഷന് ആവശ്യമുള്ള കാര്യമാണ് ഈ ഒരു പ്രകൃതി. അതുകൊണ്ട് തന്നെ നമ്മളതിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയാൽ മാത്രമേ നമുക്ക് ട്രൂ ഇൻ്റലിജൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. Tarandi is a compelling and interesting character in the short story A Day in the Country Elucidate. ഈ ഒരു ക്യാരക്ടർ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എ ഡേ ഇൻ ദ കൺട്രി. അതിനെക്കുറിച്ചിട്ട് എലുസിഡേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ആൻഡ്രൂ ചെക്കോസ് എ ഡേ ഇൻ ദ കൺട്രി, ടെറൻറ്റി എമർജസ് ആസ് എ സിംബൽ ഓഫ് ഹ്യൂമൻ കമ്പാഷൻ, വിസ്ഡം ആൻഡ് സിംപ്ലിസിറ്റി. എ പുവർ കോബ്ലർ ബൈ പ്രൊഫഷൻ, ഹി ലിവ്സ് എ ഹംബിൾ ലൈഫ് ബട്ട് possesses great kindness and understanding. When he encounters the orphan children, Fiokla and Danilka, he not only helps them but also teaches them to appreciate the beauty and harmony of nature. ആൻഡൻ ചെക്കോൻ്റെ ഷോർട്ട് സ്റ്റോറിയാണ് എ ഡേ ഇൻ ദ കൺട്രി. അതിലൊരു മേജർ ക്യാരക്ടറാണ് ടെറൻറ്റി. ഹ്യൂമൻ കമ്പാഷൻ്റെയും വിസ്ഡത്തിൻ്റെയും സിംപ്ലിസിറ്റിൻ്റെയും ഒരു സിമ്പിളാണ് അദ്ദേഹം. ഒരു കോബ്ലറാണ്, ഒരു ചെരുപ്പ് കുത്തിയാണ്. വളരെ ഹമ്പിളായിട്ടുള്ള ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് കൈൻഡ്നെസ്സും ദയയും ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. ഈ രണ്ട് കുട്ടികളെ, ഓർഫൺ ചിൽഡ്രൻ ആയിട്ടുള്ള ഫ്യോക്ല ആൻഡ് ഡാനിൽക്ക, ഇവരൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരെ പ്രകൃതിൻ്റെ ഹാർമണി, ബ്യൂട്ടി, ഇതിനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. Taranti's sympathy bridges the gap between human suffering and the healing power of nature. His character reflects Chekhov's belief in human goodness and moral strength. Through his steady actions and deep connection with life, Taranti becomes a representation of spiritual richness and universal love, making him one of the most memorable and uplifting figures in Chekhov's fiction. Describe how the setting of the Red Room contributed to the narrator's growing sense of fear throughout the story. അത് ദ റെഡ് റൂം, എച്ച് വെൽസിൻ്റെ ദ റെഡ് റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റോറിയുടെ സെറ്റിങ് നരേറ്ററുടെ ആ ഒരു ഫിയർ, ഈ ഒരു സ്റ്റോറിയിലുടനീളം ആ ഒരു ഫിയർ നിലനിൽക്കാൻ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സെറ്റിങ്. In H.G. Wells' The Red Room, the setting, a dark, isolated castle with shadowy corridors and flickering candles, create an atmosphere of suspense and psychological tension. അതായത് ഈ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു സൈക്കോളജിക്കൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഡാർക്കാണ്, ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ക്യാസിലാണ്, ഷാഡോയി ആയിട്ടുള്ള കോറിഡോർസ് ഉണ്ട്, അത് ഫ്ലിക്കറിങ് ക്യാൻഡിൽസ് ഉണ്ട്, ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽസ് ഉണ്ട്. ഇതൊക്കെ ഒരു സസ്പെൻസ് ആൻഡ് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന, ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നുണ്ട്. As the narrator explores the Red Room, the shifting light and darkness mirror his inner fear. The oppressive silence and strange architecture heighten his imagination, showing that fear itself, not ghost, is the true haunting force. അവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെ അവിടെ ഗോസ്റ്റ് ഇല്ലെങ്കിലും തന്നെ പേടിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതായത് അവിടുത്തെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആർക്കിടെക്ചർ ഒക്കെ അദ്ദേഹത്തിന്, അവിടെയുള്ള ഒപ്രസീവ് സൈലൻസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ഇന്നർ ഫിയർ ഉണ്ടാക്കുന്നുണ്ട്. Discuss C.V. Raman's public outreach initiatives as a science communicator. ഒരു സയൻസ് കമ്മ്യൂണിക്കേറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പബ്ലിക് ഔട്ട്റീച്ച് ഇനിഷ്യേറ്റീവിനെ കുറിച്ചിട്ട്
ഡിസ്കസ് ചെയ്യാൻ. സി വി രാമൻ വാസ് ഡീപ്ലി കമ്മിറ്റഡ് ടു പോപ്പുലറൈസിങ് സയൻസ് among the public. He delivers lectures, wrote articles, and organized science exhibitions to make scientific knowledge accessible. He emphasized curiosity, observation, and experimentation over rote learning. His outreach inspired generations of young Indians to pursue science, making him a pioneer in science communication and education. സെക്ഷൻ സി ആണ്, ലോങ്ങസ്റ്റ് ആണ്, 10 മാർക്സ് ആണ് കിട്ടുന്നത്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ബേസ്ഡ് ഓൺ ദ നറേറ്റീവ്സ് യു ഹാവ് സ്റ്റഡീഡ്, റൈറ്റ് ആൻ എസ്സേ എക്സ്പ്ലോറിംഗ് ദ ഇൻട്രിക്കേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് നേച്ചർ, അനലൈസിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് കണക്ഷൻ ഇൻ ഫോസ്റ്ററിംഗ് എ സസ്റ്റൈനബിൾ എൻവയൺമെൻറ്റ്. അത് നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു നറേറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എസ്സേ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹ്യൂമനും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധത്തെക്കുറിച്ചിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ബന്ധം എങ്ങനെയാണ് പരിസ്ഥിതിനെ ഫോസ്റ്റർ ചെയ്യാൻ, പരിസ്ഥിതിനെ പരിപാലിക്കാൻ അല്ലെങ്കിൽ പരിസ്ഥിതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഹ്യൂമാനിറ്റി ആൻഡ് നേച്ചർ ഷെയർ deep and interdependent relationship. Works like Wendell Berry's The Piece of Wild Things and Gary Snyder's Above Pit Valley reminds us that nature offers healing, peace, and wisdom, while Carl Sagan warns of human irresponsibility towards the environment. When humans disturb this balance through greed and exploitation, the planet suffers, manifesting as climate change, deforestation, and loss of biodiversity. അതായത് നമ്മുടെ ഈ ഒരു ബുക്കിൽ ഒരുപാട് വർക്ക്സിൽ, ഒരുപാട് നറേറ്റീവ്സിൽ ഹ്യൂമനും നേച്ചറും തമ്മിലുള്ള കണക്ഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് വെൻഡൽ ബെറിയുടെ ദ പീസ് ഓഫ് വൈൽഡ് തിങ്സ്, ക്യാരി സ്നൈഡറിൻ്റെ അബോവ് പിറ്റ് വാലി, ഇതിലൊക്കെ നേച്ചർ മനുഷ്യന് ഹീലിംഗ് നൽകുന്നുണ്ട്, പീസ് നൽകുന്നുണ്ട്, വിസ്ഡം നൽകുന്നുണ്ട്. അതുപോലെ കാൾ സേഗൻ പറയുന്നുണ്ട്, അദ്ദേഹം വാൺ ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ്റെ ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് റെസ്പോൺസിബിളായിട്ട് നേച്ചറിനെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ നേച്ചറിൽ ഡിസ്ട്രക്ഷൻ സംഭവിക്കും. അതായത് നമ്മുടെ ഇക്കണോമിക് നീഡിന് വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കും, അവിടെ ഡിഫോറസ്റ്റേഷൻ ഉണ്ടാവും, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. എ സസ്റ്റൈനബിൾ എൻവയൺമെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ റെസ്പെക്റ്റ് ആൻഡ് കോഎക്സിസ്റ്റൻസ്. ബൈ അഡോപ്റ്റിംഗ് eco friendly practices, conservation ethics, and scientific understanding, humans can restore harmony with nature. Thus, the bond between humans and the natural world is not only special but essential for survival. Next, you write a personal statement for a postgraduate environmental science program, highlighting your academic achievements and passion for environmental activism. ജസ്റ്റ് ഒരു ജനറൽ ക്വസ്റ്റ്യൻ എന്നുള്ള രൂപത്തിലാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻവയറമെൻറ്റൽ സയൻസ് പ്രോഗ്രാം, അതിൽ നിങ്ങളുടെ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സും എൻവയറമെൻറ്റൽ ആക്ടിവിസത്തിൻ്റെ ഉള്ള പാഷനും അതിനെക്കുറിച്ചിട്ട് ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനാണ്. ഒരു ജനറൽ ക്വസ്റ്റ്യനാണ്, നിങ്ങളുടെ രീതിയിൽ എഴുതിയാൽ മതി. My lifelong fascination with nature and science has shaped my ambition to pursue a master's in environmental science. During my undergraduate studies in biology, I developed strong analytical and research skills, completing projects on water quality assessment and waste management. Volunteering with local environmental groups deepened my commitment to conservation and sustainable living. I actively participated in tree planting drives and awareness campaigns on plastic pollution. This program will help me gain advanced knowledge in ecology, climate science, and environmental policy, empowering me to contribute to a greener and more equitable world. My ultimate goal is to become an environmental researcher and educator, inspiring others to protect our planet. Okay, thank you.